ഹലോ വെൽക്കം ടു മീ ആൻഡ് മൈ ലിയോ. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ പൂച്ചകൾ ശരിയായ രീതിയിൽ അല്ലെങ്കിൽ ആവശ്യത്തിലധികം വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ അവരെ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത്, ഇപ്പൊ ഞാനൊരു വെറ്റിനറി ഡോക്ടറോട് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ പൂച്ചകളെ കൊണ്ട് ഏറ്റവും കൂടുതൽ വെള്ളമാണ്, പാലിനേക്കാളും കൂടുതൽ വെള്ളമാണ് കുടിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു സിപ്പപ്പ്, ഞാൻ ഇതിലൊരു സിപ്പപ്പാണ് എടുത്തേക്കണം, ഒരു 20 രൂപയ്ക്ക് നമുക്ക് കിട്ടാവുന്നതാണ്. അല്ലെങ്കിൽ 20 രൂപയ്ക്കാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. 120 ഒരു ക്യാനൊക്കെ കിട്ടും. അതിനൊക്കെ വലിയ പ്രൈസ് ആയതുകൊണ്ടാണ് ഞാൻ വാങ്ങാത്തത്. 20 രൂപയ്ക്ക് ഒരു സിപ്പപ്പ് ഇങ്ങനത്തെ കിട്ടും. നമ്മൾ ആദ്യം ജസ്റ്റ് ആ പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിക്കുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് നന്നായി നമ്മൾ ഇളക്കാം. ഇപ്പൊ ഞാൻ വീഡിയോയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വെള്ളം ഒഴിച്ച് കൊടുക്കുക, നന്നായി ഇളക്കാം. ഞാൻ ഇളക്കുന്നില്ല, ജസ്റ്റ് ഇത് വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. നന്നായി നമ്മൾ ഇളക്കി കൊടുത്താൽ അവ നന്നായി അതിൽ നിന്ന് കുടിക്കും. അപ്പൊ നമുക്കിങ്ങനെ ഇത് തന്നെ സിപ്പപ്പായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് വെള്ളത്തിലിട്ട് കൊടുത്താൽ വെള്ളവും അവർ നന്നായി കുടിക്കും. അപ്പോൾ നന്നായി എന്താ പൂച്ചകൾ നന്നായി കുടിക്കാനുണ്ട. അപ്പൊ ആ മണം കേട്ടാൽ തന്നെ അവൻ നന്നായി വെള്ളം കുടിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ തുടക്കത്തിൽ കാണിച്ചത് അവൻ നന്നായി ആ ഒരു വെള്ളം കുടിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ക്രീം എടുക്കുക, അതിൽ സിപ്പപ്പ് എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ആ പാത്രത്തിൽ ഒഴിക്കുക, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, നന്നായി അത് വെള്ളം കുടിക്കുന്നതാണ്. നിങ്ങൾക്കത് പരീക്ഷിക്കാവുന്നതാണ്. ഞാനിത് ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. അവ വെള്ളം കുടിക്കാത്ത ആ ഒരു ടൈമിൽ ഞാൻ ഇങ്ങനെയാണ് അവനെ കൊണ്ട് വെള്ളം കുടിപ്പിച്ചിരുന്നത്. നമ്മൾ ജസ്റ്റ് ആ ഒരു ഇത് ഒഴിച്ചു കൊടുക്കുക, ജസ്റ്റ് ആ ഒരു ഇളക്കി കൊടുത്താൽ അവൻ നന്നായി ഇഷ്ടം പോലെ, നമ്മുടെ പൂച്ചകൾ ഇഷ്ടം പോലെ കുടിക്കും. രണ്ടാമത്താണ് ഡ്രോപ്പർ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഡ്രോപ്പർ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു കടകളിൽ നിന്നൊക്കെ 10 രൂപ 15 രൂപ കൊടുത്താൽ തന്നെ ഈ മരുന്നുകളൊക്കെ തുള്ളി തുള്ളിയായിട്ട് ഒഴിക്കുന്ന സാധനമാണ് ഈ ഡ്രോപ്പർ മെത്തേഡ് എന്ന് പറയുന്നത്. ഡ്രോപ്പർ എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഒരു ഡ്രോപ്പർ കൊണ്ട് ഉപയോഗിച്ചിട്ട് കുറച്ച് വെള്ളം എടുക്കുക. ആ വെള്ളം നമുക്ക് അളവ് നമ്മുടെ ഇഷ്ടം പോലെ, ഇതിലൂടെ നമുക്ക് വേണമെങ്കിൽ മരുന്നുകളും എല്ലാം കൊടുക്കാവുന്നതാണ്. വരേരെ മരുന്ന്, അതുപോലെ തന്നെ ഏത് മരുന്ന് നമുക്ക് കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് ആ ഒരു പൂച്ചരെ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് ആ സൈഡിൽ മാത്രം കേട്ടോ, ഫ്രണ്ടിൽ കൂടെ ആസ്പിറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആ സൈഡിൽ കൂടെ മാത്രം ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് വെള്ളം എടുക്കുക, ആ ഒരു കഴുത്തിന്റെ സൈഡിൽ, ആ ഒരു കഴുത്തിന്റെ അല്ല, ആ ഒരു ചുണ്ടിന്റെ സൈഡിൽ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ടൊന്നും ആ ഡ്രോപ്പർ വെച്ച് സ്ക്യൂസ് ചെയ്തിട്ട് നമുക്കത് കൊടുക്കാവുന്നതാണ്. ഇത് ഏറ്റവും നല്ല രീതിയാണ്. 2 രീതികളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഫുഡ് കുറച്ച് പാത്രത്തിലിടാം, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം, എന്നാലും പൂച്ചകൾ ഒരുവിധം കുടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.